ജമ്മുകശ്മീരിലെ സുരക്ഷ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. ഈ മാസം 29-ന് അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തീവ്രവാദ അക്രമങ്ങളെ സംബന്ധിച്ചും യോഗം വിലയിരുത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേനാ മേധാവി, CRPF തലവൻ, ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ യോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ഒരാഴ്ച, അതായത് ഞായറാഴ്ച മുതൽ ജമ്മു കാശ്മീരിലെ ജമ്മു ഡിവിഷനിൽ 3 ജില്ലകളിലായിട്ട് 4 തീവ്രവാദ ആക്രമണങ്ങളുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ഞായറാഴ്ച തീർത്ഥാടനത്തിന് പോയ സംഘത്തിന് നേരെ നടത്തിയ അക്രമമാണ്. 9 പേരാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളടക്കമുള്ളവർ ഈ തീവ്രവാദ ആക്രമണത്തിന് ഇരയായി. ബസ് ഡ്രൈവറെ ആദ്യം ഷൂട്ട് ചെയ്യുന്നു. ആ ബസ്സിന് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുന്നു. അവിടെയും ഈ തീവ്രവാദികൾ ആ കൊക്കയിൽ വീണ ജീവന് നേരെയും വെടിയുതിർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 9 ജീവനുകളാണ് പൊലിഞ്ഞത്. അതിനുശേഷം ഈ തീവ്രവാദികൾ അടുത്തുള്ള കത്വ ജില്ലയിലെ അവിടുത്തെ ഗ്രാമീണ മേഖലയിലേക്ക് എത്തി. അവിടെ കുടിവെള്ളവും അവർക്ക് രക്ഷപ്പെടാൻ വാഹനവും ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രദേശവാസികൾ ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് ആദ്യമെത്തി പ്രദേശം വളയുന്നു. പിന്നീട് CRPFും അതേപോലെ തന്നെ സൈനിക വിഭാഗവും എത്തുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിൽ പരസ്പരം വെടിയുതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു തീവ്രവാദിയെ വധിക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് പോലീസിൻ്റെയും അതേപോലെ തന്നെ സൈനിക സംഘത്തിൻ്റെയും സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെയും അക്രമമുണ്ടായി. ഈ 2 തീവ്രവാദികളെയാണ് ഇതുവരെയായിട്ടും വധിക്കാൻ സാധിച്ചത്. കൂടുതൽ തീവ്രവാദികൾ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ തിരച്ചിലാണ് ഈ മേഖലയിൽ തുടരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അമിത്ഷാ അവിടെ യോഗം ചേരുമ്പോൾ അതിൽ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാൻ പോകുന്നു. ഓഗസ്റ്റ് 21 വരെ നീണ്ടു നിൽക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തണം. പ്രത്യേകിച്ച് ഏതാണ്ട് കഴിഞ്ഞ തവണ 4,80,000 തീർത്ഥാടകരാണ് എത്തിയത്. ഇത്തവണ 5 ലക്ഷത്തോളം തീർത്ഥാടകരെ എത്തുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് തീർത്ഥാടകർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബേസ് ക്യാമ്പിലേക്ക് സുരക്ഷിതമായി തീർത്ഥാടകരെ എത്തിക്കണം. ഇത്തവണ ഈ മുഴുവൻ തീർത്ഥാടകർക്കും ഒരു ഏകീകൃത കാർഡ് നൽകുവാൻ വേണ്ടി, അവരുടെ നിലവിലെ പ്രസൻറ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടി, അത് തിരിച്ചറിയുവാൻ വേണ്ടി ഒരു കാർഡ് നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും അവരെ വഹിക്കുന്ന മൃഗത്തിന് 50,000 രൂപയുടെ പരിരക്ഷയും ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുവാനും സർക്കാർ ശ്രമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയാണ് ഇന്ന് പ്രധാനമായും അവിടെ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ സുരക്ഷ തന്നെയാണ്. ഏതാണ്ട് 5 ലക്ഷത്തോളം തീർത്ഥാടകരെത്തുമെന്നുള്ളത് ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, പലപ്പോഴും അമർനാഥ് തീർത്ഥാടനത്തിന് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാറുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരം ഇപ്പോൾ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ കഴിഞ്ഞ 10 വർഷമായി വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ നിലവിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ തീവ്രവാദികൾ വനത്തിനുള്ളിലും അതേപോലെ തന്നെ ചില പ്രാദേശിക സംഘടനകളുടെയും അതേപോലെ തന്നെ പ്രദേശവാസികളുടെയും ഒക്കെ തന്നെ മൗന സംഭവത്തോടുകൂടി അവർ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള യോഗം ചേർന്നിരുന്നു. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഈ റസായി ബസ് അപകടത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഈ ഒരു വികാരം കേന്ദ്ര സർക്കാർ ഇതിനെ വലിയ ജാഗ്രതയോടുകൂടിയും അതേപോലെ തന്നെ ഗൗരവത്തോടുകൂടിയും തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇത്തരം തീവ്രവാദ ശക്തികൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഭാരതം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. അതേപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥരുടെ, വിവിധ CRPFിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ആണെങ്കിലും വിവിധ ഉദ്യോഗസ്ഥ മേലധികാരികളുമായി ഇതിനോടകം തന്നെ വിഷയങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഇന്നിപ്പോൾ അജിത് ഡോവൽ, അതേപോലെ തന്നെ CRPFിൻ്റെ മേധാവി, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ മേധാവി, ഇൻ്റലിജൻസ് മേധാവി അടക്കമുള്ളവർ ഇന്ന് ഈ അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയോടുകൂടിയായിരിക്കും യോഗം ചേരുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജമ്മു ഡിവിഷനിൽ നിന്നും
തീവ്രവാദികളെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സമഗ്ര പദ്ധതിയുമായി ഭാരതത്തിൻ്റെ സൈന്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ യോഗം അതെ അതെ, പ്രത്യേകിച്ച് തീർത്ഥാടന കാലം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി നന്ദൻ ഈ ഒരു ഉന്നതതല യോഗം അത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. നന്ദൻ സൂചിപ്പിച്ചതുപോലെയാണ് ഈ റിയാസിയിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആരംഭിച്ച തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കൂടുതൽ പേർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സൈന്യം വധിച്ച ഭീകരരുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ കണ്ടെത്തിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ പ്രദേശവാസികളുടെ സഹായമുണ്ട് എന്നുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു പക്ഷേ അത്തരത്തിൽ ഒരു തീവ്രവാദ വിരുദ്ധ നിലപാട് ആ പ്രദേശവാസികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജമ്മു കശ്മീർ ആ ഒരു നിവാസികളോട് ഇത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടിയിട്ടൊക്കെ സൈന്യം അല്ലെ പോലീസൊക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ വ്യക്തികളെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ സുരക്ഷ കർക്കശമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ലക്ഷ്മി, ഈ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാരിലെ കഴിഞ്ഞ 10 വർഷം നോക്കുമ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള തീവ്രവാദ അക്രമങ്ങളോ അല്ലെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാന കാരണം അതിർത്തിയിലെ സുരക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് അതിർത്തി മേഖലയിൽ ഒരു തരത്തിലുള്ള നുഴഞ്ഞുകയറ്റവും അനുവദിക്കാത്ത രീതിയിൽ വലിയ ബന്ദോബസ്ത് ഏർപ്പെടുത്തിക്കൊണ്ട് സുരക്ഷ ശക്തമാക്കുന്ന നിലയിലും അതേപോലെ തന്നെ ശക്തമായി തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശം സൈനിക വിഭാഗത്തിനും അതേപോലെ തന്നെ അതിർത്തി രക്ഷാസേനയ്ക്കടക്കം നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അത് കാരണമാണ് ഈ ഭാരതത്തിൽ ഇത്രമാത്രം ഈ തീവ്രവാദ അക്രമങ്ങൾ കുറയുവാനുള്ള കാരണം. അതേസമയം ഇപ്പോൾ അടുത്തിടെ കൂടുതൽ തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കം റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ IB ഇൻ്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും അതേപോലെ തന്നെ CRPFും സൈനിക വിഭാഗങ്ങളും ചേർന്ന് വലിയ സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിരുന്നത്. അതേസമയം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അക്രമങ്ങളായിരുന്നു ഈ ബസ്സിന് നേരെ ഉണ്ടായത്. അതേപോലെ തന്നെ ഈ ഗ്രാമവാസികളെ ഇവർ വാഹനത്തിനും വെള്ളത്തിനും സമീപിച്ചപ്പോൾ അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പോലീസും സൈനിക വിഭാഗങ്ങളും എത്തുന്നത്. ഇങ്ങനെ വലിയ ഇപ്പോൾ ഈ നുഴഞ്ഞു കയറിയവർ കാടിനുള്ളിൽ ഒളിച്ചിരുന്ന് പലപ്പോഴും വിവിധ മേഖലകളിലേക്ക് രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർ അത് തിരിച്ചറിയുമ്പോൾ കൃത്യമായി തന്നെ പോലീസിനെ അവർ ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അതുതന്നെയാണ് പലപ്പോഴും ഈ സൈന്യത്തിനും അതേപോലെ തന്നെ മറ്റ് പോലീസിനുമൊക്കെ തന്നെ ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രാദേശികമായ സഹായം ഇപ്പോഴും പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ഈ പാകിസ്ഥാൻ നിരോധിത പാക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. IB സംവിധാനങ്ങൾ അത്തരത്തിലുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിലവിൽ 4 തീവ്രവാദികളുടെ രേഖാചിത്രമടക്കം ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർക്ക് 5 ലക്ഷം രൂപ വീതം 20 ലക്ഷം രൂപയാണ് അവരെ കണ്ടെത്തുവാൻ സഹായിക്കുന്നവർക്ക് പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ റസായി അപകടത്തിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട തീവ്രവാദിക്ക് 20 ലക്ഷം രൂപ പ്രത്യേകമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ രേഖാചിത്രങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ രേഖാചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് വിവിധ ഗ്രാമങ്ങളിലും അതേപോലെ തന്നെ വിവിധ മേഖലകളിലും പോലീസും അതേപോലെ തന്നെ സൈനിക വിഭാഗം തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചും അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ അവിടെ കൂടുതൽ ഫോഴ്സിനെ അവിടെ എത്തിക്കുവാനും അതേപോലെ തന്നെ കമാൻഡോ കൂടുതൽ ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ വിവിധ കമാൻഡോ ഫോഴ്സുകളുണ്ട്. ഏത് സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടിയുള്ള ഫോഴ്സുകൾ ഭാരതത്തിൻ്റെ സൈന്യത്തിന് സജ്ജമാണ്. അത് കരസേനയ്ക്കാണെങ്കിലും നാവികസേനയ്ക്കാണെങ്കിലും വ്യോമസേനയ്ക്കാണെങ്കിലും കമാൻഡോ ഫോഴ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള കമാൻഡോ ഫോഴ്സുകളെ കൂടി അവിടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ കൂടുതൽ ശക്തമാക്കുവാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ നൽകി. മാത്രമല്ല ശക്തമായി തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയത്. ഇത് ശേഷമാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി ജമ്മു കാശ്മീരിലെത്തി പ്രത്യേക യോഗം ചേരുന്നത്. അത് ഈ അമർനാഥ് തീർത്ഥാടനം കൂടി മുൻനിർത്തിയാണ്. പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ സുരക്ഷ വളരെ പ്രധാനമായാണ്. 5 ലക്ഷം തീർത്ഥാടകരെ ഇത്തവണ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ.
സ്വാഭാവികമായും വലിയ തിരക്ക് അടക്കം അനുഭവപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ തിരക്ക് നിയന്ത്രിച്ച് ഭക്തരെ സുരക്ഷിതമായി ദർശനത്തിന് എത്തിച്ച് തിരികെ ബേസ് ക്യാമ്പിലെത്തിച്ച് അവരെ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ള ദൗത്യം അത് ഈ സുരക്ഷാ സേനയുടെ കൂടി ബാധ്യതയാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് ജമ്മു കാശ്മീരിൽ യോഗം ചേരുന്നു. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.